ചിത്രേ, 2-3 ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ പേജുകളിലും വാർത്താ മാധ്യമങ്ങളിലും അതേപോലെ സിനിമ ഗോസിപ്പുകളിലും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന 2 വിജയിമാരുണ്ട്. ഒന്ന് വിജയ് ദേവർകൊണ്ട, അതവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ടാണ്. ഒന്ന് നമ്മുടെ ദളപതി വിജയ് ഡിവോഴ്സുമായി ബന്ധപ്പെട്ടാണ്. ശരിക്കും വിജയുടെ രാഷ്ട്രീയ പ്രവേശനം എന്ന് പറയുന്നത് തന്നെ കത്തുന്ന ഒരു സംഭവമായിരുന്നു. നല്ല നടനാണെന്ന് പലരും പറയുന്നുണ്ട്. പക്ഷെ നടനല്ല, അതിൻ്റെ അപ്പുറത്തേക്കും തമിഴ്നാടിനെ ഒന്ന് വിറപ്പിക്കുന്ന, തമിഴ്നാട് സർക്കാരിനെ വിറപ്പിക്കുന്ന ഒരു വിജയ് തന്നെയായിരുന്നു. എന്താണ് വിജയുടെ ജീവിതത്തിലെ ഈ ഒരു പ്രശ്നം? അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുന്ന തലത്തിലേക്കാണ് പോകുന്നത്. ബാധിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും കുടുംബജീവിതം എന്തായാലും ബാധിച്ചു കഴിഞ്ഞു. അതിനകത്തൊന്നും ഇനി വലിയൊരു മോചനം ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത്രയും നല്ലതായിട്ട് കീപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ളൊരു ഇതായിരുന്നു. അതിനുശേഷം ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും ഒന്നില്ലെങ്കിൽ വിജയ് അത് എതിർക്കണം. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ഇവർ കള്ളം പറയാണ് എന്നുള്ളതൊക്കെ പ്രൂവ് ചെയ്യണമായിരുന്നു. ഇതിപ്പോൾ പ്രൂവ് ചെയ്യണമെന്നൊന്നുമില്ല, അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടത്തിന് ജീവിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് സാധാരണ ഒരു കുടുംബ പ്രശ്നം തന്നെ. വിജയ് എല്ലാവരും അറിയുന്നത് കൊണ്ട് ഇതിപ്പോൾ ആൾക്കാരെ ഏറ്റെടുത്ത് അവരുടെ കുടുംബ പ്രശ്നമായിട്ട് മാറി എന്നുള്ളതാണ് ഇപ്പൊ നടന്നു വരുന്ന കാര്യം. കാരണം ഫാൻസിനാണ് ഏറ്റവും കൂടുതൽ വിഷമം വന്നത്. കാരണം വിജയിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ ഞാൻ അതാണ് സപ്പോർട്ട് ചെയ്യുന്നു. വീഡിയോ കണ്ടതേ ഉള്ളൂ. എന്റെ അണ്ണൻ ഒരു പെൺകുട്ടി TVKയുടെ മീറ്റിംഗ്, തഞ്ചാവൂരായിരുന്നു മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഏതോ ഒരു സോഷ്യൽ മീഡിയ, എന്തോ അവരുടെ മീഡിയ ആണ്, തമിഴ് മീഡിയ എന്ന് വന്നൊരു വീഡിയോ ആണ്. അണ്ണനെ പറ്റി ചോദിക്കുമ്പോൾ ഞങ്ങളുടെ വിജയണ്ണന് ഒരുപാട് തങ്കച്ചിമാരുണ്ട്, അമ്മമാരുണ്ട്, സഹോദരൻ, അങ്ങനെ എല്ലാവരും ഉണ്ട്. വേണമെങ്കിൽ ഞങ്ങൾ പൊണ്ടാട്ടിയായിട്ട് ഞങ്ങൾ ഇരിക്കും, ഞങ്ങൾ അതിന് സമ്മതമാണ്. അത്രയ്ക്കും ഇത് ഇപ്പോഴും സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒറിജിനൽ വീഡിയോ ആണ്, വീഡിയോ അല്ല. അപ്പോൾ ഇതേപോലെ ഒരുപാട് അഭിപ്രായങ്ങൾ അവിടുന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു സമയത്ത് വിജയ് തൃഷ, അല്ലെങ്കിൽ ഇതാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. വിജയ് തൃഷയെ സംബന്ധിച്ച് വരുന്ന സമയത്ത് ഇവിടുത്തെ ദിലീപ് കാവ്യയാണ് ഇവിടുത്തെ മീഡിയയിൽ വീണ്ടും ഒരു കമ്പാരിസൺ പോലെ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ ഒരു ട്രെൻഡിങ് ആയിട്ടൊരു കമൻറ്റും ഉണ്ട് ചിത്രേ. ഞാൻ കാരണം എൻ്റെ പ്രിയ സുഹൃത്ത് പ്രിയ സഹോദരി തൃഷയ്ക്കുണ്ടായ മാനക്കേട് ആലോചിച്ച് ഞാൻ തൃഷയ്ക്ക് ഒരു ജീവിതം കൊടുക്കുകയാണ്. ഇത് പണ്ട് ദിലീപ് ഏട്ടന്റെ കാര്യത്തിലൂടെ ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന ഒരു കമന്റ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ കാരണം മോഷണം സംഭവിച്ച കാവ്യക്ക് ഞാനൊരു ജീവിതം കൊടുക്കുന്നു എന്ന്. അന്ന് ദിലീപ് കാവ്യ കല്യാണം കഴിക്കുന്ന സമയത്ത്, മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് ദിലീപ് പറഞ്ഞാണ്. ഇപ്പൊ ഇത് തമിഴ്നാട്ടിലെ വിജയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. വിജയെ സംബന്ധിച്ച് ശരിക്കും ഈ പ്രശ്നത്തിനകത്തില്ലേ, ദിലീപ് കാവ്യയാണെങ്കിലും തൃഷ വിജയ് ആണെങ്കിലും ഇതിൽ ഏറ്റവും കൂടുതൽ ഈ ആൾക്കാർ ഹേറ്റ് പറയുന്നത് തൃഷയും കാവ്യയുമാണ്. അപ്പൊ ഇതിന്റെ അപ്പുറത്ത് നിൽക്കുന്ന ഈ പുരുഷന്മാർക്ക് ഇതിനകത്തിൽ ബന്ധമൊന്നുമില്ലേ? അത് ബന്ധം എന്നുള്ളത് അവർ ഓൾറെഡി എഴുതിയത്. ഇപ്പം വിജയിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും നമുക്ക് വിജയിനെ കുറ്റം പറയാതിരിക്കാനായിട്ട് ഒരു നിർവാഹമില്ല, തൃഷേനെയും കുറ്റം പറയാതിരിക്കാനായിട്ട് ഒരു നിർവാഹമില്ല. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കുടുംബം, ഇപ്പം നമ്മുടെ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ഇപ്പം ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ കുട്ടി എന്നുള്ളത് എൻ്റെ മാത്രം ഉത്തരവാദിത്വം. അവർ കരയാണ്ട് നോക്കുക, അവർ വിഷമിക്കാണ്ട് നോക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വം. അതിപ്പം ഒരു കുലസ്ത്രീ മൈൻഡിൽ ചിന്തിക്കണ്ട, അല്ലാണ്ട് ചിന്തിച്ചാൽ മതി. നമ്മുടെ വീട്ടിലുള്ള അച്ഛനും അമ്മേനെയും ഒക്കെ കരയാണ്ട് നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണല്ലോ. അപ്പോൾ നമ്മളത് ചെയ്യില്ല. അപ്പോൾ നമ്മൾ വേറൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ബാഡായിട്ടേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. ഇപ്പൊ വിജയിന്റെ കേസിൽ സംഗീത എന്ന് പറയുന്നത് അവര് നേരത്തെ ഡിവോഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, വിജയ് സമ്മതിച്ചില്ല എന്ന് പറയുന്നു. മാന്യമായിട്ട് അന്നേ ഓക്കെ സംഗീത നമുക്ക് തുടരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പോവാമായിരുന്നു. കാരണം ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരെ നേരത്തെ തന്നെ അവര് ഡിവോഴ്സ് ചെയ്തിട്ട് അവർക്ക് അവരുടെ പാട്ടിന് ഇടായിരുന്നു. ഇപ്പം നേരത്തെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരിപ്പൊ ആ ട്രോമയെന്നൊക്കെ കുറച്ചുകൂടി ഒന്ന് കയറി ചെയ്യാനായിരുന്നു. ഇപ്പൊ ഇത്രയും ഒരു ആളുകളൊക്കെ അറിഞ്ഞ് ഇത്രയും മോശമായിട്ടുള്ള അപമാനത്തിലേക്കൊക്കെയാണ് കടക്കുന്നത്. ഒന്നാമത് സംഗീത ഈ പെറ്റീഷൻ കൊടുത്തതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ നടിയുമായിട്ട് 2021 തുടങ്ങിയ അഫെയർ ആണ്.
ഇവർ തമ്മിൽ ശാരീരിക ബന്ധവും ശാരീരികവും മാനസികപരമായിട്ടുള്ള അടുപ്പമാണ് ഇവർ തമ്മിലുള്ളത്. അത് പലപ്പോഴും താൻ നേരിട്ട് അറിഞ്ഞിട്ടുണ്ട്. അതിൽ ഇവർ സംബന്ധിച്ച് വഴക്കുണ്ടായിരുന്നു. അതിനുശേഷം നിർത്താമെന്ന് പറഞ്ഞിട്ടും ഇവർ വീണ്ടും പലയിടങ്ങളിലും ഒരുമിച്ച് പോകുന്നൊരു രീതി, അതേപോലെ പബ്ലിക്കായിട്ട് ഇവർ ഒരുമിച്ച് പ്രത്യക്ഷപ്പെടുന്നൊരു രീതി. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് തനിക്കും തൻ്റെ മക്കൾക്കും അത് വളരെയധികം അപമാനവും സങ്കടവും ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ ഞാൻ ഇപ്പോൾ വിജയുടെ ഭാര്യയായിരിക്കുന്ന ഞാൻ വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് പകരം മറ്റൊരാൾ ആ സ്ഥാനത്തേക്ക് വരികയും എല്ലാവരും അതിൻ്റെ അടിയിൽ വന്ന് സംഗീത ടാഗ് ചെയ്തുകൊണ്ടിരിക്കുകയും, അതേപോലെ കീർത്തി സുരേഷിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് ഫോർ സംഗീത എന്ന് പറയുന്ന ഒരു ഹാഷ്ടാഗ് ഉണ്ടായി. മില്യൺസ് ഓഫ് ആൾക്കാർ അതിന് ആ ഒരു ഹാഷ്ടാഗ് ഉപയോഗിച്ച് വിജയ്ക്ക് അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഫോട്ടോയ്ക്ക് താഴെ അല്ലെങ്കിൽ വീഡിയോ, ഇവർ തമ്മിൽ ഫോട്ടോ ഇറങ്ങിയിട്ടില്ലായിരുന്നു, പ്രൈവറ്റ് ജെറ്റിൽ പോകുന്നതും ഇറങ്ങുന്നതും വീഡിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ താഴെ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ ഇതിന്റെ അപ്പുറത്ത് ഈ ഒരു സംഗീതയും മക്കളെന്നും പറയുന്ന ആൾക്കാരില്ലേ, അവർക്കിത് വീണ്ടും ഇപ്പോൾ ഡിവോഴ്സ് ആയി പോയ ഒരാള്, ഇപ്പം നമുക്ക് എൻ്റെ കൂടെയുള്ള ഒരു പാർട്ട്ണർ ഞാൻ മാത്രമേ അയാൾക്ക് പങ്കാളിയായിട്ടുണ്ടാവാൻ പോകുന്നുള്ളൂ, ലൈഫ് ലോങ് ഞങ്ങൾ മാത്രമായിരിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അയാൾക്ക് ഞാനുമായിട്ട് ഈ മാനസികപരമായ അടുപ്പം ബ്രേക്കായി, എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് ബ്രേക്കായി അയാൾ മറ്റൊരു ബന്ധത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഓക്കെ, എനിക്കത് അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് പിരിയുക. അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞു അയാൾക്കത് പറ്റുന്നില്ല, പഴയതുപോലെ കണക്ഷൻ വരുന്നില്ല എന്നൊക്കെ വിചാരിച്ച് വീണ്ടും ഇത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ മാനക്കേടാണല്ലോ വിചാരിച്ച് ഡിവോഴ്സ് ചെയ്യാതിരിക്കുക. എന്നിട്ട് വീണ്ടും പഴയപടി തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. പക്ഷേ വിജയ് നമുക്ക് പിടികിട്ടുന്നില്ല എന്താണെന്ന്. മൂന്ന് ദിവസം മുമ്പ് ഈ ഒരു ഡിവോഴ്സ് പെറ്റീഷൻ വരുന്നു. സംഗീത അതിൽ വ്യക്തമായി കാര്യങ്ങളൊക്കെ എണ്ണി പറയുന്നു. ഈ നടിയോടൊപ്പം പബ്ലിക്കായിട്ട് ഇന്ന സ്ഥലങ്ങളിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇതാണ്, അല്ലെങ്കിൽ ആ നടി ആരാന്ന് നമുക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് സംഗീത പറഞ്ഞിട്ടുള്ളത്. ഇപ്പം ഞാൻ പേര് പറയുന്നില്ല. 3 ദിവസം കഴിഞ്ഞ് TVKയുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു തഞ്ചാവൂർ. ആ മീറ്റിങ്ങിൻ്റെ അടുത്ത ദിവസം വൈകിട്ട്, അല്ലെങ്കിൽ അന്ന് രാത്രിയിലാണെന്ന് തോന്നുന്നു, അന്ന് രാത്രിയിൽ വരുന്ന ഒരു വിഷ്വൽസ് എന്ന് പറയുന്നത് തമിഴ്നാട് മീഡിയ ആണ് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത്. തൃഷയും വിജയും ഒരുമിച്ച് ഒരു ഡയറക്ടറിൻ്റെ മകളുടെ കല്യാണം, ഡയറക്ടറിൻ്റെ ആണോ പ്രൊഡ്യൂസറിൻ്റെ ആണോ എന്ന് ഓർക്കുന്നില്ല. അപ്പോൾ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു വിവാഹത്തിൽ രണ്ടുപേരും ഒരേ കാറിൽ ഒരേ ഡ്രസ് കോഡിൽ വന്നിറങ്ങുന്ന ഒരു കാഴ്ച. ഇതിനകത്ത് സംഗീത ഭയങ്കര മര്യാദയാണ് കാണിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ നടിയുടെ പേരൊന്നും പറഞ്ഞിട്ടോ കാര്യങ്ങളൊന്നുമില്ല, ആളുകളാണ് പറഞ്ഞത്. ഓക്കെ, അവരുടേതായിട്ടുള്ള മാന്യമായിട്ടുള്ള കാര്യം കാണിച്ചു. വിജയ് എന്താണെന്ന് വെച്ചാൽ അത് ആരാന്നുള്ളത് കറക്റ്റായിട്ട് ആൾക്കാർക്ക് പ്രൂവ് ചെയ്ത് കൊടുത്തു, അതായത് കാണിച്ചു കൊടുത്തു ഇന്നതാണ് എന്നുള്ളത്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബം നോക്കാൻ കഴിയാത്തവനെ ഒരു നാട് നോക്കാനായിട്ട് നമ്മൾ വിടരുത്. കാരണം അവർക്ക് അതിനുള്ള അർഹതയില്ല. ശരിക്കും പറഞ്ഞാൽ വിജയിനെ ജയിപ്പിക്കാൻ പാടില്ല. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് അവരുടെ പാർട്ടി ഇങ്ങനെ അതുപോലെ ആളുകളെ നോക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇതുപോലെയാണ് സ്വന്തം ഭാര്യനെ ട്രീറ്റ് ചെയ്യുന്നത്, സ്വന്തം കുട്ടികളെ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു അർഹതയില്ല. നാട് എന്ത് വിശ്വസിച്ച് അയാൾക്ക് കൊടുക്കും? ചിത്ര, നമുക്ക് കേരളത്തിലിരുന്ന് പറയാം, തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ ചരിത്രമേ അങ്ങനെയാണ്. MGRനെ പറ്റി ആലോചിച്ച് നോക്കൂ, ജയലളിതയെ പറ്റി ആലോചിച്ച് നോക്കൂ. പിന്നെ അനുഭവിച്ചോ? അല്ല, അങ്ങനെ നോക്കുന്ന സമയത്ത് വിജയുടെ ഒരു ക്വാളിറ്റി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിജയ് മറ്റൊരാളുടെയും പേഴ്സണൽ ലൈഫിനെ പറ്റി ഇതുവരെ സംസാരിച്ചിട്ടില്ല. അത് അയാൾക്ക് അങ്ങനെ മറ്റുള്ളവരുടെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടാകുന്ന ഇത്തരം നോൺ മാരിറ്റൽ അഫെയർസ് ആണെങ്കിലും അഫെയറുകളാണെങ്കിലും കുടുംബജീവിതമാണെങ്കിലും സംസാരിക്കാത്തതെന്ന് അറിയാമോ? ആളിങ്ങനെ മറ്റൊരാളുടെ ജീവിതങ്ങളിൽ ഇടപെടാത്ത ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാലും വേറെ ആൾക്കാർക്ക് അതിൽ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞാനിരുന്ന്, പക്ഷെ അയാൾക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അയാൾ ഒരു സെലിബ്രിറ്റിയാണ്, ഇത്ര ആൾക്കാർ ആരാധിക്കുന്ന ഒരു മനുഷ്യൻ. അയാളെ പറ്റി പറഞ്ഞുകൂടാന്ന് പറയുമ്പോഴത്തേന് എവിടെ അല്ല, അയാളെ പറ്റി പറഞ്ഞുകൂടാന്നല്ല, ഇപ്പൊ ഞാനിരുന്ന് അയാൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അത് നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞത്. ഞാനിരുന്ന് എല്ലാവരും കുടുംബജീവിതത്തെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഒരു പെർഫെക്റ്റ് കുടുംബജീവിതം, നമ്മളൊരു പാർട്ട്ണറിൽ തന്നെ ഒതുങ്ങണം. ഞാൻ ട്രൂ ലവിനെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ 10-15 പാർട്ട്ണറുമായിട്ട് നടക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്നെ ആൾക്കാർക്ക് ഒന്ന് വിമർശിക്കാം, നീ നിന്റെ ജീവിതത്തിൽ ഇത്രയധികം തോന്നിവാസം ചെയ്തിട്ട് വേറുള്ളവരുടെ ജീവിതത്തെ നന്നാക്കാൻ നടക്കുന്നു, നിനക്ക് അങ്ങനെയാണെങ്കിൽ എന്നെ വിമർശിക്കാൻ ഒരുപാട് കാരണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷേ വിജയ്, ഇപ്പൊ ഈ തൃഷ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, വിജയ് അത്ര ക്ലോസ്ഡ് അല്ല എല്ലാവരോടും. വിജയ് അത്രത്തോളം വിജയുടെ സർക്കിളിലേക്ക് വരണമെങ്കിൽ കുറേ അധികം സമയം എടുക്കും. അങ്ങനെ എല്ലാവരുമായിട്ടും ക്ലോസ്ഡ് അല്ല. ഒരുപാട് ഒരു പബ്ലിക്കായിട്ട് വിജയ് വരുന്ന സമയത്ത് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്, ബാക്കിയുള്ള സെലിബ്രിറ്റിയെക്കാട്ടിലും വിജയ് ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ടിരിക്കും, അല്ലെങ്കിൽ തൻ്റെ ഓഡിയൻസിനോട് ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ്. ഈ ഫാൻസിനോട് വളരെയധികം സ്നേഹമുള്ള ആളാണ്. അധികം താരജാടയ്ക്ക് അപ്പുറത്തേക്കും അയാൾ ഫാൻസുകളെ കാണുന്ന ഒരാളാണ്, മീറ്റ് ചെയ്യുന്ന ഒരാളാണ്.
അപ്പോൾ ജാട അവരോടൊന്നും ഇല്ല. പൊതുവെ ബാക്കിയുള്ള ഈ കോസ്റ്റാർസ് ഒക്കെ ആയിട്ട് വളരെ ക്ലോസ്ഡ് ഒന്നും അല്ല വിജയ്. അത് ചിലപ്പോൾ പേഴ്സണൽ ലൈഫിൽ ക്ലോസ്ഡ് ആയിരിക്കാം, പബ്ലിക്കലി അങ്ങനെ ക്ലോസ്ഡ് ആയിട്ടൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരാളാണ് വിജയ്. അപ്പോൾ അയാളുടെ വളരെ സുഹൃത്തായിട്ടാണ് തൃശ്ശയെ പലരും കണ്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും ഇങ്ങനെ ഒരു വിഭാഗം ഇങ്ങനെ പറയുമ്പോഴും തൃശ്ശയെ ഫ്രണ്ടായിട്ട് തന്നെ കാണുന്നത് അല്ല. ഇപ്പൊ അങ്ങനെ അതിനകത്തൂടി പ്രൂവ് ചെയ്യാൻ ചിലപ്പോൾ ഉദ്ദേശിച്ചത് 2 തരത്തിലായിരിക്കും. ഒന്നാമത് ഇതൊന്നും വകവെക്കുന്നില്ല, ഇപ്പോഴും തൃശ്ശ ഞാൻ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് അത്രയും കോൺഫിഡന്റ് ആണ് ഈ ഒരു ബന്ധത്തിൽ എന്ന് വെച്ചാൽ ബാക്കിയുള്ളവർ അതിനെ നെഗറ്റീവായിട്ട് കാണേണ്ടതില്ല, ഞങ്ങൾ ഇപ്പോഴും ഫ്രണ്ട്ഷിപ്പോട് കൂടി തന്നെ പോകുക എന്നുള്ളതായിരിക്കാം മേ ബി അയാൾ ഒരു സൈഡിൽ ചിന്തിച്ചത്. രണ്ടാമത്തെ വശം ചിന്തിച്ചിരിക്കുക, ഓക്കെ ഇനിയിപ്പോ ഇത്രയായി, എന്നാ പിന്നെ ഇനി ഇതും കൂടെ അങ്ങ് അറിഞ്ഞോട്ടെ എന്ന് വെച്ചിട്ട് രണ്ടും ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ലൈസൻസ് കിട്ടി, ഇനി ഇപ്പൊ അങ്ങ് ഇറങ്ങാം, കുഴപ്പമൊന്നുമില്ല, ഇനിയിപ്പൊ ആരെന്തെങ്കിലും പറഞ്ഞാലും നമുക്ക് ഒരു കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ടാണ് പോയതായിരിക്കും. ഈ ഒരു TVKയുടെ മീറ്റിംഗ് നേരത്തെ തീരുമാനിച്ചു തന്നെയാണ്. അപ്പോൾ ആ ഒരു മീറ്റിങ്ങിനകത്തിൽ കൃത്യമായി തമിഴ്നാട്ടിൽ താൻ ചെയ്യാൻ പോകുന്ന പ്രവർത്തനങ്ങളെ പറ്റി എണ്ണി പറഞ്ഞ് അങ്ങനെ ജനങ്ങളെ അല്ല, ഇത് കഴിഞ്ഞ് അന്ന് രാത്രിയാണ് ഒരുമിച്ച് കാറിൽ വന്നിറങ്ങുന്നതും ഒരേ ഡ്രസ് കോഡ്. വിജയ്ക്ക് അറിയാം വിജയ് പോകുന്ന സ്ഥലത്ത് ഇതെന്തായാലും ലീക്കാവും, ഈ വീഡിയോ ക്ലിപ്പിംഗ്സ് ആയിരിക്കും ഇന്ന് എല്ലാവരും ട്രെൻഡിങ് ആവുന്നത്, ചർച്ച ചെയ്യാൻ പോകുന്നുള്ള വിജയ്ക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ താൻ തൻ്റെ വ്യക്തി ജീവിതം അയാൾ ആ മീറ്റിങ്ങിൽ കൃത്യമായി പറയുന്നുണ്ട്. വ്യക്തി ജീവിതത്തെ ഒരിടത്തും ഐഡന്റിഫൈ ചെയ്ത് പുള്ളി സംസാരിക്കുന്നില്ല. കൃത്യമായിട്ട് നമ്മളെ തമ്മിൽ അകറ്റാൻ, ഞാൻ മുഖ്യമന്ത്രിയായിട്ടാണ് വരുന്നത്, ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഇങ്ങനെ കൃത്യമായി അഭിസംബോധന ചെയ്ത് എനിക്കിപ്പോൾ എനിക്ക് വിജയോട് പോയി ചോദിക്കാൻ പറ്റില്ല താൻ തൻ്റെ ജീവിതത്തിൽ ഈ സുഹൃത്തുമായി എന്ത് ബന്ധമാണുള്ളത്. അപ്പോൾ പുള്ളിക്ക് ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരുപാട് ഒരു രീതികളുണ്ട്. പിന്നെ തമിഴ്നാടാണ് എന്തായാലും ജയിക്കും. കാരണം എന്താണെന്നറിയാമോ, ഈ കുറെ നാള് മുമ്പ് ഒരു 10 വർഷം മുമ്പായിട്ട് തൃശ്ശ കൊടുത്തൊരു ഇന്റർവ്യൂ ഉണ്ട്. അതിന്റെ അകത്ത് ഒരു 10 വർഷം കഴിഞ്ഞിട്ട് എന്താവും എന്നൊക്കെ ചോദിച്ചാൽ എന്തോ ഒരു ക്വസ്റ്റ്യൻ ഇന്റർവ്യൂവർ ചോദിക്കുന്നുണ്ട്, ഞാൻ CM ആവും എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ജയിക്കും, മാനിഫെസ്റ്റേഷൻ അല്ലേ. അപ്പൊ എന്തായാലും രണ്ടുപേരും കൂടി മാനിഫെസ്റ്റ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ. പക്ഷെ അവർക്ക് ഒരുമിച്ച് ജീവിക്കണം, അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹമാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്. ഒരുമിച്ച് ജീവിച്ചോട്ടെ, കുഴപ്പമില്ല. കാരണം എത്രയോ ആൾക്കാർ അങ്ങനെ ജീവിക്കുന്നുണ്ട്, അവരുടെ ലൈഫാണ്, നമുക്കിപ്പോ അവരോട് പോയി പറയാൻ പറ്റില്ല വിജയ് ഇങ്ങനെ ജീവിക്കണം. അല്ലേ, അത് എന്താ പറയണേന്നറിയാമോ, അവർക്ക് ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ ആയിക്കോട്ടെ, പക്ഷെ വേറൊരാളെ ഹേർട്ട് ചെയ്തുകൊണ്ട് അങ്ങനെ ചെയ്യരുതെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പൊ വിജയും തൃശ്ശയും തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നതുകൊണ്ട് ആർക്കും എന്തോ കുഴപ്പം, നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പക്ഷെ ഒരു സ്ത്രീ അതിനകത്ത് വിഷമിക്കുന്നത് എനിക്ക് പേഴ്സണലി എനിക്ക് പറ്റൂല. കേൾക്കുമ്പോഴത്തേനും ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. അത് ആരായാലും നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ എന്ന് പറയുമ്പോൾ അത് നമുക്ക് മാത്രം ഭയങ്കര നമ്മളുടെ അടുത്ത് അവര് ഒരു പ്രയോറിറ്റി കാണണം, നമ്മളുടെ അടുത്ത് ഇഷ്ടം ഉണ്ടാവണം എന്നൊക്കെ ആയിരിക്കും ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നത്. ഒരു 90% സ്ത്രീകൾ അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിപ്പോ ഏജ് വൈസ് ഏത് ഏജിലാണെന്നുണ്ടെങ്കിലും അവർക്ക് അവരുടെ പ്രയോറിറ്റീസ് കിട്ടണം, അവർക്ക് അവരുടേതായിട്ടുള്ള ടൈം കിട്ടണം, അവരുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യണം. ഇതൊക്കെ എല്ലാ സ്ത്രീകൾക്കും ആഗ്രഹമുള്ള കാര്യങ്ങളായിരിക്കും. അത് മറിച്ച് വേറൊരു സ്ത്രീ കൊണ്ടുപോകുമ്പോ, അല്ലെങ്കിൽ അവര് ഫ്രണ്ട് ആയിക്കോട്ടെ ബെസ്റ്റി ആയിക്കോട്ടെ ആരായാലും കൊണ്ടുപോകുമ്പോ ആർക്കായാലും ബുദ്ധിമുട്ട് വരും. അപ്പൊ ഉണ്ടാവുന്ന പെയിൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അത് സംഗീതമൊക്കെ സഹിച്ചു കാണില്ല. അത് തന്നെ ഇവിടെ സംഭവിച്ചുള്ളൂ, അത് മാത്രമേ പറയുന്നുള്ളൂ. ഇല്ലാണ്ട് എന്താ പറയാ, സംഗീതം എവിടെ പോയാലോ തൃശ്ശ എവിടെ പോയാലോ നമുക്ക് ഒരു കുഴപ്പമില്ല. ഇവർക്കിത് മാന്യമായിട്ട് പറഞ്ഞ് അവരെ ഒഴിവാക്കി വിട്ട് അവരുടേതായിട്ടുള്ള വഴിക്ക് വിട്ട് അവരുടെയൊക്കെ എന്താണോ വേണ്ടത് അവർക്കത് കൊടുത്ത് അവർക്ക് ഒരുമിച്ച് ജീവിക്കാവുന്നതുള്ളൂ. അതാണ് മാന്യത. ഇല്ലാതെ അവരവിടെ നിർത്തി ഹ്യൂമിലിയേറ്റ് ചെയ്തിട്ട് ആ പെണ്ണിന്റെ കൂടെ പോകുന്നതൊക്കെ ഇത് കാണിച്ച് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അനുഭവം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്, കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം എപ്പോഴും ഉണ്ടാവും. ഇപ്പൊ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും തിരിച്ചു കിട്ടും. അത് വേറെ രീതിയിലായിരിക്കും തിരിച്ചു കിട്ടാൻ. ചിലപ്പോൾ മുഖ്യമന്ത്രി ആവുമായിരിക്കും, ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആവുമായിരിക്കും. പക്ഷെ ഇങ്ങനത്തെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രീതിയിൽ വിജയ് ഇങ്ങനെ കാണിച്ച് ബാക്കിയുള്ളവരെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വിജയ്ക്കൊന്നുമില്ല. ഇപ്പൊ ഇതൊക്കെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. വിജയ്ക്ക് ഫാൻസ് ഉണ്ട്, വിജയ്ക്ക് ഒരുപാട് ആൾക്കാരുണ്ട്, ഇപ്പോഴും കുട പിടിച്ച് നടക്കാനായിട്ട് ആൾക്കാരുണ്ട്, തങ്കച്ചിമാരുണ്ട്, അപ്പന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ ഈ സംഗീത എന്ന് പറയുന്ന ആൾക്ക് ഈ ഫാൻസിനെ ആൾക്കാരെ ഒന്നും അല്ലായിരുന്നു വേണ്ടത്, വിജയിനെ ആയിരുന്നു വേണ്ടത്. അതായത് സ്റ്റാർഡം ഒന്നും കൊതിച്ചിട്ടോ കാര്യങ്ങളോ ഒന്നും അല്ല, ഒരു സെലിബ്രിറ്റീനെ അല്ല വേണ്ടത്, ഒരു ഭർത്താവിനെ ആയിരുന്നു ചോദിച്ചത്. അത് കിട്ടിയില്ല, ഓക്കെ, അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാന്യമായിട്ട് പറഞ്ഞ സംഗീത നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റില്ല, ഇത്ര നാളും നല്ല രീതിയിലാണ് പോയത്, പക്ഷെ എനിക്കിപ്പോൾ ഒരു സിങ്ക് ആവുന്നില്ല എന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിവാക്കി അവരെ
മാന്യമായിട്ടുള്ള രീതിയിൽ അവരെ മനസ്സിലാക്കി മാറി അവരുടേതായിട്ടുള്ള ജീവിതം കൊടുക്കണമായിരുന്നു എന്ന് മാത്രമേ പറയുള്ളൂ. അതൊക്കെ മാന്യത. ഇല്ലാതെ അവരവിടെ നിർത്തിക്കൊണ്ട് ഇത്രയും ബുദ്ധിമുട്ടിപ്പിച്ച് ദ്രോഹിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യരുത്. അത് എന്തായാലും ഇതിന്റെ അകത്തിൽ പുട്ടിന് പീരിയിടുന്ന പോലെ ഒരു ബ്രേക്ക് ബാക്ക് സിംഗർ ആയിട്ടുള്ള സുചിത്ര, തൃഷ ബൈസെക്ഷലാണ്. അല്ല അതാണ് തീരെ സഹിക്കാൻ പറ്റുന്നത്. ഡെയിലി തൃശ്ശയെ പറ്റിട്ട് ഓരോന്ന് പറഞ്ഞോണ്ടെങ്കിൽ വിജയെ പറ്റി പറയാൻ പേടിയായതുകൊണ്ടായിരിക്കും ചിലപ്പോ പറയാമായിരിക്കും, അതറിയില്ല. ധനുഷിനെ പറ്റിയൊക്കെ ഇടയ്ക്ക് പറയാം, ധനുഷ് ബൈസെക്ഷലാണ്, ഗേ ആണ് എന്നൊക്കെ എന്തൊക്കെയോ ഒക്കെ പറയുന്നുണ്ട്. രമ്യ കൃഷ്ണൻ. അല്ല, ഇവർക്ക് ഇത് എങ്ങനെ അറിയാന്ന? ചിലപ്പോ സർക്കിളുകളായിരിക്കും, മേ ബി പറയാൻ പറ്റില്ല. ചിലപ്പോൾ അതിനകത്തൊക്കെ എന്തെങ്കിലും സത്യമൊക്കെ ഉണ്ടാവുമായിരിക്കും കേട്ടോ, പറയാൻ പറ്റില്ല. കാരണം ഇവരെ ഒന്നല്ലെങ്കിൽ അവർക്ക് എന്തോ മെന്റലാ, അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് സത്യങ്ങൾ വിളിച്ചു പറയാനായിട്ട് ഒരു മടിയും കാണില്ല. ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും. ഇത് ഇങ്ങനെ പറയുന്നതുകൊണ്ട് അവർക്ക് എന്താ കിട്ടുന്നതെന്ന് അവർക്കൊന്നും കിട്ടുന്നില്ല. പക്ഷെ ഇപ്പോഴും നമ്മളിപ്പോ അവരെ പറ്റി പറഞ്ഞത് എന്തുകൊണ്ടാ? അവരിങ്ങനെ ഓരോന്നൊക്കെ വിളിച്ച് പറയുന്നോണ്ടാ. അത് തന്നെ അവരും ആഗ്രഹിക്കുന്നുള്ളൂ.